വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. മിസ്റ്റർ ബാഡ് എന്ന ഡ്രാമയുടെ 14ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ സിസിക്കും മറ്റുള്ളവർക്കുമൊപ്പമുള്ള പാർട്ടി കഴിഞ്ഞ് നാൻസിയും ഷാവതിയും വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. അവൾ ട്രെയിനിങ് സെന്ററിലെ ബോയ്സിനോട് എല്ലാം വളരെ സൗഹൃദത്തോടെ പെരുമാറിയതിനെക്കുറിച്ച് അവൻ ചോദിച്ചപ്പോൾ അവരെല്ലാം എനിക്ക് സിസിയെ പോലെ തന്നെയാണ്, എൻ്റെ ബ്രദേഴ്സാണ്, അവരോട് എനിക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നൊക്കെ അവൾ പറയുന്നു. അപ്പോൾ നീ എങ്ങനെയാണ് എന്നെ കാണുന്നത്, ഞാനും അവരെ പോലെയാണെന്ന് അവൻ ചോദിക്കുന്നു. നീ അവരെ പോലെയല്ല എന്നവൾ പറഞ്ഞപ്പോൾ അവൻ കുറച്ച് സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ നീ എൻ്റെ ക്ലാസ്മേറ്റ് അല്ലല്ലോ എന്നാണ് അവൾ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ സന്തോഷം തീരുന്നു. അപ്പോൾ പിന്നെ നീ എങ്ങനെയാണ് എന്നെ കാണുന്നതെന്ന് അവൻ വീണ്ടും ആകാംക്ഷയോടെ ചോദിക്കുന്നു. അവൾ മറുപടി പറയാൻ വൈകുന്നതുകൊണ്ട് നീയാണ് എന്നെ ഈ ലോകത്തേക്ക് വിളിച്ചു വരുത്തിയത്, ഞാൻ നിൻ്റെ അയൽക്കാരനാണ്, നോവൽ എഴുതാൻ നിന്നെ സഹായിക്കുന്നുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ നീ എൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ അവരുടെ അടുത്ത് ഉള്ളതുപോലെ സ്വാതന്ത്ര്യം കാണിക്കാറില്ല, അതെന്തുകൊണ്ടാണെന്നൊക്കെ അവൻ ചോദിക്കുന്നു. നിനക്കും അവരെ പോലെ എൻ്റെ ബ്രദർ ആകണോ എന്ന് അവൾ ചോദിച്ചപ്പോൾ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്നവൻ ദേഷ്യത്തിൽ പറയുന്നു. അവൻ്റെ മൂഡ് മറന്ന് കണ്ട് നമ്മൾ ഒരുമിച്ച് നോവൽ എഴുതുന്നത് കൊണ്ട് നമ്മൾ ബിസിനസ് പാർട്ട്നേഴ്സാണ്, നീ മാത്രമാണ് എനിക്ക് പാർട്ട്ണറായിട്ടുള്ളത്, അതുകൊണ്ട് നീ മറ്റുള്ളവരെ പോലെ അല്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവനെ സമാധാനിപ്പിക്കുന്നു. പ്രതീക്ഷിച്ച മറുപടി അല്ലെങ്കിലും ബിസിനസ് പാർട്ട്ണർ എങ്കിൽ ബിസിനസ് പാർട്ട്ണർ, എന്തായാലും അതുപോലെ വേറെ ആരും ഇല്ലല്ലോ എന്നോർത്ത് അവൻ സമാധാനിക്കുന്നു. എഴുത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നോവൽ എവിടെ വരെയെന്ന് അവൻ ചോദിക്കുന്നു. എഴുതി തുടങ്ങിയെന്നറിഞ്ഞപ്പോൾ നീ എന്താണ് ഇക്കാര്യം എന്നോട് ഇതുവരെ പറയാതിരുന്നത്, എന്നെ കാണിച്ചില്ലല്ലോ എന്ന് അവൻ പരാതി പറയുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയാണ് പറയാതിരുന്നത് എന്നവൾ പറയുന്നുണ്ട്. വീട്ടിലെത്തി ഉടനെ തന്നെ അവൾ എഴുതിയത് അവന് വായിക്കാൻ നൽകുന്നു. അവന് ഇഷ്ടപ്പെടുമോ കളിയാക്കുമോ എന്നൊക്കെ ചിന്തിച്ച് പാവയുടെ പിന്നിൽ മുഖം മറിച്ചിരിക്കുകയാണ് നാൻസി. പക്ഷേ അവൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല അവൻ്റെ പ്രതികരണം. ഇത്തവണ അത്യാവശ്യം നന്നായി എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അഭിനന്ദിക്കുന്നു. മാർഷൽ ആർട്സിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗങ്ങളിൽ കുറേയധികം പോരായ്മകളുണ്ട്, അത് ശരിയാക്കാൻ ഞാൻ സഹായിക്കാമെന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമാക്കുന്നു. ഇത് തുടക്കം മാത്രമല്ലേ ഉള്ളൂ, ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങൾ എഴുതാൻ ഔട്ട്ലൈൻ തയ്യാറാക്കാനും മറ്റും ഞാൻ കൂടി സഹായിക്കാം, എല്ലാ ദിവസവും രാത്രിയിൽ ജോലി കഴിഞ്ഞ് ഇവിടേക്ക് വന്നാൽ മതി, നമുക്ക് ഒരുമിച്ചിരുന്ന് എഴുതാമെന്ന് അവൻ പറയുന്നു. ക്യാരക്ടേഴ്സിൻ്റെ പേരിനെ സംബന്ധിച്ചും ചില മാറ്റങ്ങൾ അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൻ പറഞ്ഞ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞപ്പോൾ ഇനി ഒന്നുമില്ലെങ്കിൽ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൾ പോകാൻ എഴുന്നേൽക്കുന്നു. അവൻ അവളെ പിന്നെയും കുറേ സമയം കൂടി അവളെ ഇരുത്തിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നെങ്കിലും നാളെ കാണാമെന്ന് പറഞ്ഞ് അയക്കുന്നു. അവൾ പോയി കഴിഞ്ഞപ്പോൾ തൻ്റെ ക്യാരക്ടറിൻ്റെ ഇമേജ് മാറ്റി എഴുതിയതിൽ ഉള്ള സന്തോഷം അവന് പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിയുന്നില്ല. പാവയോടാണ് സന്തോഷപ്രകടനമൊക്കെ നടത്തുന്നത്. അടുത്ത ദിവസം മുതൽ അവർ ഒരുമിച്ചിരുന്ന് നോവൽ എഴുതാൻ തുടങ്ങുന്നു. ഷാവതി ഓരോ കാര്യങ്ങളിലും അവളെ വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. മാർഷൽ ആർട്സിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ എഴുതാൻ അവൻ അവൾക്ക് മുന്നിൽ അത് പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ സഹായത്തോടെ നോവലെഴുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ചിലപ്പോഴൊക്കെ അവൾ എഴുതുന്ന കൂട്ടത്തിൽ അവൻ ക്ഷീണം കൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോകുന്നുണ്ട്. നോവലിന് പേര് കൊടുക്കുന്ന കാര്യത്തിൽ മാത്രം രണ്ടുപേർക്കും രണ്ട് അഭിപ്രായമായിരുന്നു. മൈ ഡെമോണിക് നെയ്ബർ എന്ന് അവളിട്ട പേര് മാറ്റി അവൻ മൈ ഹീറോ മാസ്റ്റർ എന്നാക്കുന്നു. അവനറിയാതെ വീണ്ടും അവൾ മാറ്റി മൈ ബാഡ് മാസ്റ്റർ എന്നാക്കുന്നു. അങ്ങനെ പലതവണ രണ്ടുപേരും കൂടി മാറ്റി മാറ്റി അവസാനം മിസ്റ്റർ ബാഡ് എന്ന പേര് രണ്ടുപേരും ഒരുപോലെ ഉറപ്പിക്കുന്നു. എഴുതി കഴിഞ്ഞപ്പോൾ നാൻസിങ്ങിന് ശരിക്കും സന്തോഷമാകുന്നുണ്ട്. നമ്മുടെ നോവൽ അവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കുമല്ലേ എന്നവൾ പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താണ്, ഞാനല്ലേ സഹായിച്ചത്, ഉറപ്പായും ഇഷ്ടപ്പെടുമെന്ന് അവൻ പറയുന്നു. ബാക്കി എല്ലാ ഭാഗങ്ങളും ഓക്കെ ആണെങ്കിലും റൊമാൻസ് ഭാഗം മാത്രം കുറച്ച് വീക്കാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അവിടെ ശരിക്കും നെഞ്ചിരിപ്പ് കൂട്ടുന്ന രംഗങ്ങളൊന്നുമില്ല എന്ന് ഒരു പോരായ്മയായി നാൻസി പറയുന്നു. എന്നാലും സാരമില്ല, ഇത്രയൊക്കെ മതി എന്ന് അവൾ തന്നെ പറയുന്നു. അടുത്ത ദിവസം ഓഫീസിൽ വെച്ച് നാൻസിങ് വേറെ കുറച്ച് പേർക്കൊപ്പം എന്തൊക്കെയോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങിയെത്തിയത്. നാൻസിങ്ങിനെ തനിച്ച് കിട്ടിയപ്പോൾ പഠിക്കാൻ ഏൽപ്പിച്ചിട്ട് പോയതിൻ്റെ പ്രോഗ്രസിനെ കുറിച്ച് ചോദിച്ചറിയുന്നുണ്ട്. നാൻസിങ് പറഞ്ഞ കാര്യങ്ങളിൽ പോരായ്മയുള്ളത് കൊണ്ട് എന്തൊക്കെയാണെന്ന് അവൾക്ക് പറഞ്ഞു തിരുത്തി കൊടുത്തിട്ടാണ് ഓഫീസിലേക്ക് പോയത്. അവൾ ഓഫീസിലെത്തിയ അല്പസമയത്തിനുള്ളിൽ തന്നെ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് ചീഫ് പുതുതായി എഴുത്തുകാരെ കണ്ടെത്താൻ നടത്തിയ മത്സരങ്ങളിൽ കിട്ടിയ നോവലുകളിൽ ഏറ്റവും നന്നായി തോന്നിയത് നാൻസിങ്ങിൻ്റെതാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ റിപ്പോർട്ടുമായി അവിടെ എത്തിയത്. അവളുടെ നോവലിനെക്കുറിച്ച് മൊത്തത്തിലുള്ള അഭിപ്രായം പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ അവളെ ഇൻ്റർവ്യൂ ചെയ്യാനേ വിളിക്കട്ടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അങ്ങനെ ചെയ്യേണ്ട, നോർമൽ പ്രോസസ്സ് പോലെ ആദ്യം മെയിൽ അയച്ച് വിവരം അറിയിച്ചിട്ട് ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ മതി എന്നവർ പറയുന്നു. നാൻസിങ് അന്ന് രാത്രിയാണ് ഫൈനലിലേക്ക് തിരഞ്ഞെടുത്തതിൻ്റെ മെയിൽ കണ്ടത്. ആ സമയത്ത് ഷാവതിയും അവൾക്കൊപ്പം ഉണ്ടായിരുന്നു. സന്തോഷം കൊണ്ട് അവൾ അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവൻ്റെ നോട്ടം കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞ് അവൾ പിടിവിട്ട് മാറുന്നു. അവൾ ഹൈഫൈ അടിക്കാനായി കൈ കാണിച്ചപ്പോഴും അവൻ മസിൽ പിടിച്ച് നിൽക്കുന്നതിനാൽ അവൾ കൈ മാറ്റാൻ തുടങ്ങിയെങ്കിലും ആ സമയത്ത് അവൻ കൈ കൊടുക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഇൻ്റർവ്യൂവിന് തയ്യാറായി രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ഓഫീസിലേക്ക് പോയത്. എയും എഡിറ്റോറിയൽ ചീഫും കൂടിയാണ് അവരോട് കാര്യങ്ങൾ പറഞ്ഞത്. എയ്ക്കും അവളുടെ നോവലിനെക്കുറിച്ചും എഴുത്തിൻ്റെ രീതിയെക്കുറിച്ചും ഒക്കെ വളരെ നല്ല അഭിപ്രായമായിരുന്നു. മാർഷൽ ആർട്സിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ വളരെ നല്ല രീതിയിൽ എഴുതിയിരുന്നതിനാൽ അതിനെക്കുറിച്ച് കുറേ പഠനങ്ങൾ നടത്തി കാണുമല്ലോ എന്ന് ചീഫ് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഷാവതിയുടെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് എന്ന് അവൾക്ക് പറയാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് പഠനങ്ങൾ നടത്തിയെന്ന് തന്നെ പറയുന്നു. കമ്പനിക്ക് വേണ്ടി ഈ നോവൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സൈൻ ചെയ്യാനുള്ള കോൺട്രാക്റ്റ് നൽകിയാണ് അവരെ പറഞ്ഞയച്ചത്. നാൻസിങ് ഷാവതിയെ വിടാനായി പുറത്തേക്ക് വന്നപ്പോഴാണ് സീഷൻ ഓഫീസിലേക്ക് വന്നത്. അകത്തുണ്ടെന്ന് അറിഞ്ഞതും അവൻ അവരോട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അവളെ കാണാനേ അകത്തേക്ക് കയറി പോകുന്നു. ലിഫ്റ്റ് എടുത്തെത്തിയപ്പോൾ നാൻസിങ്ങിനോട് തിരികെ പോയിക്കോളാൻ ഷാവതി പറയുന്നു. വൈകിട്ട് അവളെ പിക്ക് ചെയ്യാൻ വരാമെന്നും അവൻ പറയുന്നുണ്ട്. നാൻസിങ്ങിൻ്റെ നോവൽ സീഷനും വായിക്കാനായി അയച്ചു കൊടുത്തിരുന്നു. അവൾക്ക് ഇത്രയൊക്കെ കഴിവുണ്ടായിരിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല എന്ന് അവൾ കണ്ടപ്പോൾ പറയുന്നു. നോവലിലെ റൊമാൻസിൻ്റെ കാര്യത്തിൽ അവന് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കഥയിലെ ഹീറോ വളരെ ഹൈ ലെവൽ ഐക്യമുള്ള ആളാണ്. അവൻ ഫിസിക്കൽ സ്ട്രെങ്ത് മാത്രമുള്ള ഹീറോയിന് ഇഷ്ടപ്പെടുന്നതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാക്കുന്നില്ല എന്നവൻ അഭിപ്രായം പറഞ്ഞപ്പോൾ പ്രണയത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ലോജിക്കൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ നിന്റെ പ്രണയത്തിൻ്റെ ഏരിയ മൊത്തത്തിലൊരു പരാജയമാണല്ലോ എന്ന് പറഞ്ഞ് അത് തള്ളിക്കളയുന്നു.
നീ എന്നോടൊന്ന് ചോദിക്കാൻ വന്നിട്ടൊന്ന് പകുതിക്ക് വെച്ച് നിർത്തി എന്തായിരുന്നു ശ്രീഷൻ അവൾ ചോദിക്കുന്നുണ്ട്. അവനത് ചോദിച്ചപ്പോൾ ഒരു മിനിറ്റ് കൺഫ്യൂഷനായെങ്കിലും ഒട്ടും പ്രത്യേകത ഇല്ലാത്ത രീതിയിൽ വളരെ സ്വാഭാവികമായാണ് നിനക്ക് എന്നോട് ഇഷ്ടം വല്ലതുമുണ്ടോ എന്ന് അവൾ ചോദിച്ചത്. ശ്രീഷൻ ഒന്ന് ഷോക്കായി എന്ത് മറുപടി പറയണം എന്നറിയാതെ ഇരിക്കുകയാണ്. ഇത് ഞാൻ ചോദിച്ചതല്ല, മറ്റൊരാൾ എന്നോട് ചോദിച്ചതാണെന്ന് അവൾ പറഞ്ഞപ്പോൾ നീ എന്ത് മറുപടി നൽകിയെന്ന് അവൻ ചോദിക്കുന്നു. അതിനൊരു സാധ്യതയുമില്ല, വർഷങ്ങളായി നമ്മൾ പാർട്ട്നേഴ്സാണ്, ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് അവൾ പറയുന്നു. ആ സമയത്ത് അവൾക്കൊരു കോൾ വരുന്നുണ്ട്. അവൾ ഫോൺ അറ്റൻഡ് ചെയ്ത സമയത്ത് ശ്രീഷൻ അസ്വസ്ഥനായി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. വളരെ നാച്ചുറലായി അവനോട് അതിനെക്കുറിച്ച് ചോദിച്ചെങ്കിലും അവൻ്റെ മറുപടി എന്താണെന്ന് അറിയാൻ അവൾക്ക് താല്പര്യമുണ്ടായിരുന്നു. പാർട്ട്നേഴ്സ് മാത്രമാണ് എന്ന് അവൾ പറഞ്ഞത് ശ്രീഷനെ ആകെ നിരാശനാക്കുന്നുണ്ട്. നാൻസിങ്ങിനോട് പറഞ്ഞതുപോലെ ഷാബോദി വൈകിട്ട് അവളെ പിക്ക് ചെയ്യാനേ ചെല്ലുന്നു. പക്ഷെ നടന്നാണ് അവർ വീട്ടിലേക്ക് പോയത്. നമ്മൾ നടന്നാണ് പോകുന്നതെന്ന് അവൾ ചോദിച്ചപ്പോൾ സീനറി കണ്ടുപോകാൻ നല്ല രസമല്ലേ എന്ന് അവൻ പറയുന്നു. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ അവൻ തൻ്റെ കോട്ടൂരി അവൾക്ക് ഇട്ടുകൊടുക്കുന്നു. എനിക്ക് തണുക്കുന്നില്ല, ഇതിൻ്റെ ആവശ്യമില്ല എന്നവൾ പറഞ്ഞിട്ടും അത് ഊരാൻ അവൻ സമ്മതിക്കുന്നില്ല. നീ എന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് അവൾ ചോദിച്ചപ്പോൾ ഞാൻ നിനക്ക് എഴുതാനുള്ള മെറ്റീരിയൽ തരികയാണ്. നീ ശരിക്കും റൊമാൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ആ ഭാഗം ശരിയാക്കുന്നില്ല എന്നല്ലേ നീ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നിന്നെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യിക്കാമെന്ന് കരുതി. തൽക്കാലം നീ എന്നെ കഥയിലെ ഹീറോ ആയ ഷാബുദിയായി കണ്ടാൽ മതി. നീ കഥയിൽ എഴുതിയിരിക്കുന്ന പോലെ അവർ ആദ്യമായി കൈകൾ കോർത്തു പിടിച്ചത് എക്സ്പീരിയൻസ് ചെയ്യാനായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ല എന്ന് ചോദിക്കുന്നു. നാൻസിങ് എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് അവൻ പതുക്കെ അവളുടെ കൈ കോർത്തു പിടിക്കുന്നു. നാൻസിങ്ങിന് ശരീരത്തിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് പോലെയാണ് ഫീൽ ചെയ്തത്. അവൾക്ക് ആദ്യമായാണ് ഇങ്ങനൊരു ഫീലിംഗ് അനുഭവപ്പെടുന്നത്. അടുത്തുകൂടി പാസ് ചെയ്തു പോയ ഒരാൾ അറിയാതെ തട്ടിയപ്പോൾ ബോധം വന്നതുപോലെ അവൾ ആ കൈ വലിച്ചെടുക്കുന്നുണ്ട്. ഷാബോദി പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷത്തോടെ വേഗം മുന്നോട്ട് നടക്കുന്നു. നാൻസിങ് വല്ലാതെ ത്രില്ലടിച്ചാണെന്ന് വീട്ടിലെത്തിയത്. നെഞ്ചിടിപ്പ് കൂട്ടുന്ന അനുഭവം എന്ന് പറയുന്നത് ഇതാണോ? ഷോക്ക് അടിച്ചതുപോലെ ഉണ്ടായിരുന്നതൊക്കെ അവൾ മനസ്സിൽ വിചാരിക്കുന്നു. ഫോണിലുണ്ടായിരുന്ന അവൻ്റെ കുറേ ഫോട്ടോസ് എടുത്ത് നോക്കുന്നുമുണ്ട്. അവനെ കണ്ടപ്പോൾ അവൾക്ക് എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നു. അവളുടെ മനസ്സിലും അവനോട് ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നുറപ്പിക്കാം. അവളുടെ കൈ കോർത്ത് പിടിച്ചതിൻ്റെ ഹാങ് ഓവർ ഷാവതിക്ക് മാറിയിരുന്നില്ല. വീട്ടിലെത്തിയപ്പോഴും അവൻ പാവയുടെ കൈ പിടിച്ച് അവൾ ആണ് എന്ന മട്ടിൽ സോഫയിൽ തന്നെ ഇരിക്കുകയാണ്. അറിയാതെ എന്നെ കിസ് ചെയ്യാനും തുടങ്ങുന്നുണ്ട്. പെട്ടെന്ന് ബോധം വന്നതുപോലെ നേരെ ഇരുന്നിട്ട് ഇത്രയും നാൾ അവൾ എപ്പോഴും അടുത്തുണ്ടായിരിക്കണമെന്ന് മാത്രമേ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. ഓരോ ദിവസം കഴിയുന്നവരും എൻ്റെ ആഗ്രഹങ്ങൾ കൂടി വരികയാണല്ലോ. ഞാൻ ശരിക്കും അവളുടെ ബോയ് ഫ്രണ്ട് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ അവൻ സ്വയം പറയുന്നു. അതിനുശേഷം അവളാണ് എന്നുള്ള രീതിയിൽ എൻ്റെ ഗേൾ ഫ്രണ്ട് ആകാമോ എന്ന് പാവയോട് ചോദിക്കുന്നു. അവൾ ശരിക്കും എസ് പറഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങൾ എന്തായിരിക്കുമെന്നും അവൻ സങ്കല്പിച്ച് നോക്കുന്നു. അവൾ പറയുന്നതെല്ലാം അനുസരിക്കേണ്ടി വരും, അവളെ വിവാഹം കഴിക്കേണ്ടി വരും, അതിനുശേഷം കുട്ടികളുണ്ടാകും. അങ്ങനെയാൽ പിന്നെ ഞാൻ അവളുടെ അടിമയാകുമെന്നൊക്കെ അവൻ ചിന്തിക്കുന്നു. അടുത്ത നിമിഷം തന്നെ അടിമയായാൽ എന്താണ് കുഴപ്പം എന്നും അവൻ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ചിന്തിച്ച് കാട് കയറി അവനാകെ വട്ടാകുന്നുണ്ട്. നാൻസിങ് അടുത്ത ദിവസം ഓഫീസിലെത്തിയപ്പോൾ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ സമ്മതമാണെന്ന് അറിയിക്കുന്നു. നിന്റെ കഴിവ് വെച്ച് നോക്കുമ്പോൾ നിനക്ക് തനിച്ചത് എഴുതാവുന്നതല്ലേ ഉള്ളൂ, ഷാവതിയെ കൂടി ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് അവളോട് ചോദിക്കുന്നു. ഷാവതി ഇതിനുവേണ്ടി ഒരുപാട് റോ മെറ്റീരിയൽസ് എനിക്ക് തന്നിട്ടുണ്ട്, അവനില്ലാതെ ഈ നോവൽ ഇത്ര ഭംഗിയായി എഴുതാൻ കഴിയില്ലായിരുന്നു എന്നവൾ പറഞ്ഞപ്പോൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. യുടെ ടേബിളിന് മുകളിൽ കിങ് കോങ്ങിൻ്റെ ഒരു ചെറിയ കീ ചെയിൻ ഇരിക്കുന്ന കണ്ടപ്പോൾ നാൻസിങ് അതെടുത്ത് നോക്കുന്നുണ്ട്. ഇത് ഒരുപാട് കാലം മുമ്പുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചിരിക്കുന്നതാണ് എന്ന് അത് തിരികെ വാങ്ങിക്കൊണ്ട് പറയുന്നു. മനസ്സമാധാനം നഷ്ടപ്പെട്ട സീഷനും ഷാവതിയും സമാധാനം തേടി വീണ്ടും ധ്യാനകേന്ദ്രത്തിൽ എത്തിയെങ്കിലും മറ്റുള്ളവർക്കൊപ്പം പോകാതെ രണ്ടുപേരും കൂടി ഒരിടത്ത് മാറിയിരിക്കുകയാണ്. രണ്ടുപേരും പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പ്രണയിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് എന്താണെന്ന് സീഷ് നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞപ്പോൾ വെറുതെ ഉള്ള നിനക്ക് ഇത്ര നാളായിട്ടും അവളെ കിട്ടാത്തതെന്ന് ഷാവതി കളിയാക്കി പറയുന്നു. നീ എപ്പോഴെങ്കിലും പ്രണയിച്ചിട്ടുണ്ടെന്ന് സീഷൻ ആകാംക്ഷയോടെ അവനോട് ചോദിക്കുന്നു. പ്രണയിക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? പ്രണയത്തിലാവുക എന്ന് പറഞ്ഞാൽ രണ്ടുപേർ എപ്പോഴും ഒരുമിച്ചുണ്ടായിരിക്കുക, അവൾ പറയുന്നതൊക്കെ അനുസരിക്കുക, വിവാഹം കഴിക്കുക, കുട്ടികളുണ്ടാവുക, അത്രയുള്ളെന്ന് അവൻ നിസ്സാരമുട്ടിൽ പറയുന്നു. ഇത്ര സിമ്പിളായിരുന്നു എന്ന് ചിന്തിച്ച് എന്തോ മഹാകാര്യം കിട്ടിയതുപോലെ തലകുലിക്കേണ്ട സീഷൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അവൻ നേരെ പോയത് ഓഫീസിലേക്കാണ്. അവൻ ചെല്ലുമ്പോൾ നാൻസിങ്ങും ഒക്കെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പിരിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സീഷൻ മറ്റാരെയും ശ്രദ്ധിക്കാതെ നേരെ ചെന്ന് യോട് നാൻസിങ്ങിൻ്റെ നോവൽ ഞാൻ കുറേ തവണ വീണ്ടും വായിച്ചു നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞ പോരായ്മ എന്താണെന്ന് എനിക്കിപ്പോൾ ശരിക്കും മനസ്സിലായെന്ന് പറഞ്ഞ് എന്തൊക്കെയോ കുറേ തത്വം പറയുന്നു. തൻ്റെ നോവലിനെ കുറിച്ചാണെന്ന് കേട്ടപ്പോൾ നാൻസിങ്ങും ആകാംക്ഷയോടെ അവിടെ നിൽക്കുകയാണ്. പക്ഷേ അവൻ പറഞ്ഞതിന് തൻ്റെ നോവലുമായി എന്ത് ബന്ധമാണുള്ളതെന്ന് അവൾക്കൊരു പിടിയും കിട്ടുന്നില്ല. അവളത് ചോദിച്ചപ്പോൾ അവൻ അവളോട് വിശദീകരിക്കാൻ തുടങ്ങിയെങ്കിലും അവൾക്ക് അപ്പോഴും ഒന്നും മനസ്സിലാകുന്നില്ല. ഒരു കഥയുമില്ലാത്ത കാര്യങ്ങളാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നതിനാൽ അവളോട് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ കാര്യം ഷാവതിയെ കൂടി അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. അവൾ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്ന് സീഷൻ യോട് ചോദിക്കുന്നു. കുഴപ്പമില്ലായിരുന്നു എന്ന് അവൾ പറഞ്ഞപ്പോൾ ഇപ്പോൾ നിൻ്റെ ദേഷ്യമൊക്കെ മാറിയോ? എങ്കിൽ നാളെ എനിക്കൊപ്പം പുറത്തു പോകാൻ വരുമോ എന്ന് ചോദിക്കുന്നു. അതിനെനിക്ക് നിങ്ങളുടെ ദേഷ്യമൊന്നുമില്ലല്ലോ, പിന്നെ നാളത്തെ കാര്യം നീ മറന്നുപോയോ എന്ന് ചോദിച്ചിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. നാളെ എന്താണ് പ്രത്യേകത എന്ന് അവന് ഓർമ്മ കിട്ടുന്നില്ല. അടുത്ത് തന്നെ കമ്പനിയുടെ ഒരു പെൻ കോൺഫറൻസ് നടക്കുന്നുണ്ട്. 2 പകലും ഒരു രാത്രിയും എവിടെയോ സ്റ്റേ ചെയ്തുള്ള പ്രോഗ്രാമാണ്. അതിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് മീറ്റിംഗ് നടന്നത്. അതിനെക്കുറിച്ച് ഷാവതിയോട് പറയണം എന്നാണ് നാൻസിയോട് പറഞ്ഞതും. കോഫി എടുക്കാൻ ചെന്നപ്പോൾ ഷാവതിക്കൊപ്പം കറങ്ങാൻ പോകുന്നത് അവളൊന്ന് ഭാവനയിൽ കണ്ടു നോക്കുന്നു. ബബിൾ ഊതിക്കൊണ്ടിരുന്ന അവളുടെ അടുത്തേക്ക് അവൻ വരുന്നതും അവൾക്കൊപ്പം ഊതുന്നതും അവസാനം അത് കിസിൻ്റെ അടുത്ത് വരെ എത്തുന്നതും ഒക്കെ ഭാവനയിൽ കണ്ടവളാകെ കുളിര് കോരുന്നു. അവളുടെ നിൽപ്പ് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന് ജിയോ നിനക്ക് എന്ത് പറ്റി, സുഖമില്ലേ, ചെവിയൊക്കെ ചുവന്നിരിക്കുന്നല്ലോ എന്ന് ചോദിച്ച് അവളുടെ നെറ്റിയിൽ പനിയുണ്ടോ എന്ന് തൊട്ട് നോക്കുന്നുണ്ട്.
എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇന്ന് കട്ടിയുള്ള ഡ്രസ്സ് ഇരിക്കുന്നത് കൊണ്ട് ചൂടെടുക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നോട്ട് രക്ഷപ്പെടുന്നു. അന്ന് വൈകിട്ട് നോവലിൻ്റെ കറക്ഷനുമായി ബന്ധപ്പെട്ട് ഷാവോദിയുടെ മുറിയിലിരിക്കുമ്പോൾ പെൻ കോൺഫറൻസിന് വരുന്നുണ്ടോ എന്ന് നാൻസിക്ക് അവനോട് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അവൾക്കതിന് കഴിയുന്നില്ല. എഴുതി കഴിഞ്ഞ് അവൾ പോകാൻ തുടങ്ങിയപ്പോൾ അവളെ കുറച്ച് സമയം കൂടി അവിടെ ഇരുത്താൻ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് അവൻ പറയുന്നു. അവൾ സമ്മതിക്കുന്നുണ്ട്. അവൻ ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അവളും അടുത്ത് പോയി നിൽക്കുന്നുണ്ട്. പലപ്പോഴും അവനോട് അതിനെക്കുറിച്ച് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അവൾക്ക് പറ്റുന്നില്ല. തിരികെ മുറിയിലെത്തി കഴിഞ്ഞപ്പോൾ ബാൽക്കണിയുടെ അടുത്ത് നിന്ന് ഞാൻ എങ്ങനെ അവനോടത് പറയും? പറഞ്ഞാൽ നാണക്കേടാകുമോ? അവൻ വരുമോ? പറയാതിരുന്നാലോ എന്നിങ്ങനെ ആകെ കൺഫ്യൂഷനായി അവൾ തനിയെ സംസാരിക്കുന്നു. ശബ്ദം കേട്ട് അപ്പുറത്തെ മുറിയിൽ നിന്ന് ഷാവോദി അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്ത് കാര്യമാണ് അവൾ പറയണ വേണ്ടതെന്ന് കൺഫ്യൂഷൻ ആകുമെന്ന് അവന് മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് നാൻസിങ് ഇതാകെ തലവേദനയാണല്ലോ, ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ എന്ന് അവിടെ നിന്ന് പറയുന്നത്. അവൾ സഹായം ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ അവൻ നിമിഷ നേരം കൊണ്ട് അവിടെ എത്തുന്നു. തിരിഞ്ഞ് അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവനെ തട്ടിയപ്പോഴാണ് അവനെ സമൻ ചെയ്തവരെ അവൾ അറിയുന്നത്. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? നീ എന്താണ് ഇത്ര കൺഫ്യൂഷൻ ആകുന്നത്? എന്താണെന്ന് വെച്ചാൽ പറയാൻ അവൻ പറഞ്ഞെങ്കിലും ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു. പക്ഷേ അവൻ വീണ്ടും നിർബന്ധിക്കുന്ന കാരണം അവസാനം പെൻ കോൺഫറൻസിൻ്റെ കാര്യം അവൾ പറയുന്നു. 2 പകലും ഒരു രാത്രിയും ഒരുമിച്ച് കഴിയണോ എന്ന് അവൻ എടുത്തു ചോദിച്ചപ്പോൾ അവന് താല്പര്യമില്ലായിരിക്കുമെന്ന് കരുതി വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്ന് അവൾ പറയുന്നു. പക്ഷേ അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ വരാമെന്നാണ് അവൻ പറഞ്ഞത്. നിനക്ക് വേണ്ടി നോവൽ എഴുതി ഞാൻ ആകെ ക്ഷണിച്ചിരിക്കുകയാണ്, റിലാക്സ് ചെയ്യാൻ കിട്ടുന്ന അവസരം വെറുതെ കളയണ്ടല്ലോ എന്ന് സ്വയം ന്യായീകരിക്കാൻ എന്നാണ് അവൻ പറയുന്നു. നീ വരുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാനിതുവരെ തീരുമാനിച്ചില്ല എന്നാണ് അവൾ പറഞ്ഞത്. എന്നോട് വരാൻ പറഞ്ഞിട്ട് നീ ഇതുവരെ തീരുമാനമെടുത്തില്ലേ? വരാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവൻ പുറകെ ചെന്നപ്പോൾ എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുന്നു. അവൻ അവളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നിടയിൽ കഥകിൽ തട്ടി ശബ്ദമുണ്ടാക്കുന്നു. ശബ്ദം കേട്ട് അമ്മ എന്താണെന്ന് ചോദിച്ച് വിളിക്കുന്നുണ്ട്. അവനെ ഒളിപ്പിച്ച് നിർത്തിയിട്ട് അവൾ ഓടിച്ചെന്ന് വാതിൽ തുറന്ന് ഒരു പൂച്ച ജനലിനടുത്ത് വന്നതാണ്. അത് പോയി. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് വാതിലടച്ച് അകത്തേക്ക് പോകുന്നു. അവൾ കഥ കടച്ചപ്പോൾ നീ ഇതുവരെ തീരുമാനിച്ചില്ല എന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ച് അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അതിനെക്കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കാം. നീ ഇപ്പോൾ അമ്മ കാണാതെ പുറത്തു പോകാൻ പറഞ്ഞ് അവൾ വാതിൽ തുറന്ന് അവനെ വെളിയിൽ കൊണ്ടുപോയി വിടുന്നു. പുറത്തിറങ്ങി കഴിഞ്ഞ് അവൾ വാതിലടയ്ക്കുന്നതിന് മുമ്പ് പോകുന്ന കാര്യം ഒന്നുകൂടി പരിഗണിക്കാൻ അവൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അന്ന് രാത്രിയായിട്ടും നാളെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് സീഷനൊരു പിടിയും കിട്ടുന്നില്ല. അടുത്ത ദിവസം രാവിലെ നാൻസിങ് ഓഫീസിൽ പോകാൻ തുടങ്ങുന്ന സമയമായപ്പോൾ ഷാവോദി അവൾ തീരുമാനമെടുത്തതെന്ന് ചോദിച്ചറിയാനായി പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷേ പുറത്തെവിടെ പോയി തിരികെ വന്ന അവളുടെ അമ്മയാണ് അവൻ കണ്ടത്. കയ്യിൽ കുറേ സാധനങ്ങളുമായിട്ടായിരുന്നു അമ്മ വന്നത്. ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് അവൻ അമ്മയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങുന്നുണ്ട്. നാൻസിങ്ങിനും അമ്മയെ സഹായിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് അവൾ ഇന്ന് രാവിലെ ഓഫീസിലേക്ക് പോയെന്ന് അറിയുന്നത്. തന്നെ കാണാതിരിക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം നേരത്തെ പോയതാണെന്ന് അവൻ തോന്നുന്നുണ്ട്. അവനും കൂടി അമ്മയെ സഹായിക്കാനായി അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അകത്ത് ആ ഫ്രൂട്ട്സ് പാക്ക് ചെയ്യാൻ സഹായിക്കുന്ന സമയത്ത് നാൻസിങ് ഇത്ര രാവിലെ എവിടെ പോയതാണ് എന്നവൻ ചോദിക്കുന്നു. അവൾ പഠിച്ച സ്കൂളിൻ്റെ ആനിവേഴ്സറി സെലിബ്രേഷൻ ആണെന്ന്. നാൻസിങ് പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും സഹായത്തിനും മറ്റും കൂടുന്ന കൂട്ടത്തിലായതുകൊണ്ട് അവളെ കൂടി അതിന് ക്ഷണിച്ചിരുന്നു. അവിടേക്ക് പോയതാണെന്ന് അമ്മ അറിയിക്കുന്നു. നാൻസിങ് അപ്പോഴേക്ക് സ്കൂളിലെത്തിയിരുന്നു. വളരെ നേരത്തെ എത്തിയതിന് അവിടെ ഒരുക്കങ്ങൾ നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ സഹായിക്കാൻ കൂടുന്നുണ്ട്. ഒരു സാർ അവളുടെ കയ്യിൽ ഒരു ബോക്സ് നൽകിയിട്ട് അത് വേറെ സാറിനെ ഏൽപ്പിക്കാൻ പറയുന്നുണ്ട്. എത്തിക്കേണ്ട സ്ഥലവും പറഞ്ഞു വിടുന്നു. നാൻസിങ്ങിന് ഈയിടെ എന്തോ പ്രശ്നമുണ്ട് എന്നാണ് തോന്നുന്നത്. നോവൽ എഴുതുന്നതുമായി ബന്ധപ്പെട്ടാണോ അവൾ ഇടയ്ക്കിടെ തനിയിരുന്ന് ദീർഘനിശ്വാസം വിടുന്നതൊക്കെ കാണാം എന്ന് അമ്മ പറഞ്ഞപ്പോൾ അവൾക്ക് എക്സ്പീരിയൻസ് കുറവായതുകൊണ്ട് അവളുടെ നോവലിലെ ലവ് റൂട്ട് ശരിയാകുന്നില്ല, അതുകൊണ്ടായിരിക്കണമെന്ന് അവൻ പറയുന്നു. അവളുടെ ഫസ്റ്റ് ലവ് ഫെയിൽ ആയതുകൊണ്ടാണ് അവൾ ഇത്ര നാൾ സിംഗിൾ ആയിരുന്നത്. അവൾ ഇഷ്ടപ്പെട്ടിരുന്ന ആളിന് അവളെ ഇഷ്ടമല്ലായിരുന്നു എന്ന് അമ്മ പറഞ്ഞപ്പോൾ അവൾക്കൊരു ഫസ്റ്റ് ലവ് ഉണ്ടായിരുന്നു. ആരായിരുന്നു അതെന്ന് അവൻ ആകാംക്ഷയോടെ ചോദിക്കുന്നു. വേറെ ആരാണ്? അവൻ തന്നെ എന്ന് പറഞ്ഞ അമ്മ മകൻ്റെ ഫോട്ടോ ഇരിക്കുന്നിടത്തേക്ക് കൈ ചൂണ്ടുന്നു. ഷാവോദി അതാരാണ് എന്നറിയാൻ തിരിഞ്ഞു നോക്കി ഫോട്ടോ കാണുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഉറപ്പായും അറിയിക്കണം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.